ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. യൂദ എഴുതിയ ലേഖനം 1-20. സ്തോത്രം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അതായത് ദൈവമക്കളെ സ്തോത്രം നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. നമ്മുടെ ലൈഫിനെ സാധാ ഹല്ലേലൂയ ഒരു ജാതിയുടെ ലൈഫ് പോലെയോ അല്ലെങ്കിൽ ജാതികൾ ജീവിക്കുന്ന പോലെ അല്ല. പല ഇടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു വേർതിരിച്ചു നിർത്തിയ ദൈവമക്കളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നടക്കേണ്ടതിന് വ്യത്യാസമുണ്ട്, നമ്മൾ സംസാരിക്കേണ്ടതിന് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്ത് ദൈവം ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെല്ലാം പുറപ്പെടുന്നത്, നമ്മുടെ പ്രവൃത്തി, നോട്ടം, സ്തോത്രം, സംസാരം, എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സൂക്ഷിക്കുന്ന ദൈവമക്കളായി തീരണം. ഹല്ലേലൂയ. എന്തേലും വായിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? വളരെ അധികം സൂക്ഷിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, അതിവിശുദ്ധ വിശ്വാസം നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വാസം വരുന്നത്? പല പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ കഷ്ടത എന്നും പറഞ്ഞാൽ ആ ഓരോ പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസത്തെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ കഴിയും അല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പരിശോധനകൾ വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം എന്നൊരു വചനമുണ്ട്. യാക്കോബ് 1:3 ആകയാൽ സഹോദരന്മാർ എന്താണ്? നിങ്ങളുടെ പരിശോധന സ്ഥിരത അല്ലെ ഭക്തി ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം സകല കഷ്ടങ്ങളും പ്രശംസിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു തിരുവചനം നമുക്കവിടെ കാണാം. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന എല്ലാ പരിശോധനകളെയും നമ്മുടെ ഭക്തി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത അത് എന്ത് ചെയ്യും? ഉളവാക്കുന്നതാണ്. അപ്പം നമുക്കൊരു അതിവിശുദ്ധ വിശ്വാസം വേണം. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്നവരായി തീരണം. അതിവിശുദ്ധകരമായി അതിനെ കൊണ്ടുപോകണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ അബ്രഹാം കാണാത്തതിനെ എന്ത് ചെയ്തു? ആശയ്ക്ക് വിരോധമായി സ്തോത്രം വിശ്വസിച്ചു. അതവൻ എന്ത് ചെയ്തു? നീതിയായി കണക്കിട്ടെന്ന് തിരുവെഴുത്ത് വായിക്കുന്നത് പോലെ നമ്മളും നമ്മുടെ ദൈവത്തോടുള്ളൊരു അതിവിശുദ്ധ വിശ്വാസം നമുക്ക് വേണം. ആ വിശ്വാസത്തെ ആധാരമാക്കിയാണ് താഴെയുള്ള എല്ലാ ആത്മീക വർധനവായിക്കോട്ടെ സകലതും കടക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, ആ അതിവിശുദ്ധ വിശ്വാസമാണ്, അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് നമ്മുടെ ആത്മീയ വർധനവ് വരുന്നത്. സ്തോത്ര. നമ്മളെപ്പോഴും പൊതുവെ നമ്മളെന്താണ്? സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞു, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് ലഭിച്ചു മതി കഴിഞ്ഞു എന്നുള്ളതല്ല. നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും നമുക്ക് എന്ത് വേണം? ഒരു ആത്മീയ വർധനവ് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മീയ വർധനവ് വരുത്താനാണ് നമുക്ക് അഭിഷേകം ദൈവം തന്നേക്കുന്നത്. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീക വർധനവ് വരുവാനിടയായി തീരും. ഹല്ലേലൂയ. അപ്പം ആത്മീക വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അത് മറ്റൊരു വിഷയമാണ്. എങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം അതാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ നിത്യജീവൻ ക്രിസ്തുവിൻ്റെ കരുണയാണ്. അപ്പം നിത്യജീവനായിട്ട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കുന്നവരുമായി തീരണം. അങ്ങനെ നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പം ഇവിടെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു അതിവിശുദ്ധ വിശ്വാസമാണ്. ഹല്ലേലൂയ. ചില കഷ്ടങ്ങൾ, ഭാരങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അനേകർ നമ്മുടെ ചുറ്റുമുള്ളവർ അതല്ലേ എന്ത് ചെയ്ത്? ഈ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് സ്തോത്രം അനേകർ പിന്മാറിപ്പോയവരുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനാ വിഷയമാണ് ദൈവമക്കളെ പിന്മാറിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതായത് അനേകർ നമ്മുടെ ചുറ്റുപാടിൽ പല വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അനേകർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർക്ക് പല പ്രയാസങ്ങൾ വന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നു? വളരെ നിസ്സാരമായി അവരുടെ വിശ്വാസത്തെ തള്ളിക്കളയും. എന്തുകൊണ്ടാണ് തള്ളിക്കളയേണ്ട അവസ്ഥ വരുന്നത്? സ്തോത്ര. അവർക്ക് എന്ത് ചെയ്യുന്നു? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓരോ കഷ്ടതയും ക്രിസ്ത്യാനിയെ ഉറപ്പിക്കുന്നതാണ് ക്രിസ്തുവിൽ.
ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ എന്ത് വേണം? നമുക്ക് കഷ്ടത ഉള്ളത് നല്ലതാണ്. ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഇതെല്ലാം നമ്മളെ ക്രിസ്തുവിൽ എന്ത് ചെയ്യും? ഉറപ്പിക്കുകയും അങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത എന്ത് ചെയ്യുന്നത്? ഉളവാക്കുന്നത്. അപ്പം നമുക്ക് അതിവിശുദ്ധ വിശ്വാസമില്ല എങ്കിൽ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ അങ്ങയോടുള്ള വിശ്വാസത്തെ എൻ്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ. അതേപോലെ ഒന്നാണ് ആത്മീക വർധനവ്. ആത്മീക വർധനവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിഷേകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മീകരമായി നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യും? ഓരോ നിമിഷവും അടുത്തടുത്ത് വരും അല്ലേ? അപ്പം ഈ അതിവിശുദ്ധ വിശ്വാസം, അതുപോലെ ആത്മീക വർധനവ്, പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ നിത്യജീവന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് കാത്തിരിക്കുക. ഇങ്ങനെ ഈ 5 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിവെച്ച് അല്ലെങ്കിൽ ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ദൈവസ്നേഹത്തിൽ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഇപ്പം നമ്മളോട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കാം, പല ഇടങ്ങളിൽ നമ്മളോട് ഇങ്ങോട്ടേക്ക് കോപത്തോടെ വരുന്നവരുണ്ടായിരിക്കാം, നമ്മുടെ അസഭ്യമായി സംസാരിക്കുന്നവരുണ്ടായിരിക്കാം, അവസ്ഥ പല രീതിയിലും നമ്മുടെ ഇങ്ങോട്ടേക്ക് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർ കാണാം. പക്ഷേ അവിടെയെല്ലാം നമ്മളെ തന്നെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്നേഹത്തിൽ മറഞ്ഞിരുന്ന് സൂക്ഷിച്ച് നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. സാത്താൻ എങ്ങനെയെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തെ തളർത്തണം. അല്ലെങ്കിൽ പൈതൽ എന്ന ഇതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാനാണ് സാത്താൻ പലപ്പോഴും നോക്കുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞ എന്താണ്? നീ നിന്റെ ദൈവസ്നേഹത്തെ, ക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്തെ നമ്മൾ അതിനുള്ളിൽ മറഞ്ഞു നിന്ന് എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് മുമ്പോട്ട് പോകണം. ദൈവമക്കളെ, സ്തോത്രം. നമ്മൾ വെറുതെ അലക്ഷ്യമാക്കി നമ്മുടെ ക്രിസ്ത്യ ജീവിതം തകർക്കരുത്. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതത്തെ അലക്ഷ്യമായി കണ്ട് സ്തോത്രം ഈ ലോകത്തോട് ഇണങ്ങി വായിൽ വരുന്നതും സ്തോത്രം കണ്ണിൽ കാണുന്നതും എല്ലാം നമ്മൾ കണ്ടും കേട്ടും അലക്ഷ്യമാക്കി നമ്മളെ തന്നെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോയി ഈ ലോകത്തിൽ ഇഴകി നമ്മൾ ജീവിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അലക്ഷ്യമായി കണ്ടുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാതെ ജീവിക്കരുത്. ദൈവമക്കളെ, നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. നമ്മളെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് സ്തോത്ര പ്രാണവേദന സഹിച്ച്, നമുക്ക് വേണ്ടി നിന്ന സഹിച്ച്, നമുക്ക് വേണ്ടി അപമാനം സഹിച്ച ദൈവം അങ്ങനെ എത്രയോ സ്തോത്ര സഹിച്ച് നമ്മളെ ഓരോരുത്തരെ വിലയ്ക്ക് വാങ്ങിയേക്കുക. നിത്യജീവന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മളെ, നമുക്കും ആ ഒരു പ്രാധാന്യം ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ പല കാര്യങ്ങളും ഞാൻ ദൈവ പൈതലാണ്, എനിക്കിത് ചെയ്യാൻ പാടില്ല, എനിക്കിത് കാണാൻ പാടില്ല, എനിക്കിത് കേൾക്കാൻ പാടില്ല, അങ്ങനെ നമ്മൾ തന്നെ പലതിനും നമ്മൾ എന്ത് ചെയ്യണം? അതിരിട്ട് വളരെ സ്തോത്രം ആത്മാവിൽ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നമുക്കറിയാം ജാഗരിച്ച് മുമ്പോട്ട് പോകുന്നവരായി, ജാഗ്രതയുള്ളവരായി നമുക്ക് തീരണം. നമുക്ക് തന്ന ഈ ഒരു ആത്മീയ ജീവൻ അത് നമ്മൾ എന്നും നിലനിൽക്കുന്നതായി തീരണം. ദൈവമക്കളെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും നോട്ടവും നമ്മൾ എന്ത് ചെയ്യണം? വളരെ അധികം സൂക്ഷ്മതയോടുകൂടെ നമ്മളായിത്തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ കർത്താവ് നിനക്ക് തന്ന ഈ ഒരു ക്രിസ്ത്യ ജീവിതം, ഹല്ലേലൂയ, അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് എവിടെയൊക്കെ നിനക്ക് സൂക്ഷിക്കാം. ഹല്ലേലൂയ. 17-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ്റെ കാൽ ചുവട് നിന്നിൽ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. എൻ്റെ കാൽ വഴുതി പോയതുമില്ല. അതേ ദൈവമക്കളെ, നമ്മുടെ കാൽ ചുവടിനെ എവിടെ വെക്കാം? ക്രിസ്തുവിൽ നമുക്ക് പിന്തുടരാം. ക്രിസ്തുവിലായി തീരട്ടെ നമ്മുടെ കാൽച്ചുവട്. നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിലായിക്കൊള്ളട്ടെ, നമ്മുടെ ചെവികൾ ക്രിസ്തുവിലായിക്കൊള്ളട്ടെ. ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് ഈ ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവമക്കളെ, സകലതും നമ്മുടെ പ്രവൃത്തി നോട്ടം എല്ലാം നമുക്ക് സൂക്ഷിച്ച് സ്തോത്ര നമ്മുടെ ആത്മീയ വർധനവ് വരുത്തുന്നുണ്ടോ? അതായത് നമ്മുടെ ആത്മീയ വർധനയ്ക്ക് ഉള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ദൈവമക്കളെ, ഇവിടെ നമ്മളിപ്പോൾ വായിച്ചതുപോലെ സ്തോത്രം ഒരു ചിന്ത വന്ന ഇതെൻ്റെ ആത്മീയ വർധനക്ക്
ഉതകുന്നുണ്ടോ? ഇതെൻ്റെ ആത്മീയ വർധനയ്ക്ക് സഹായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, നോ എന്ന് തന്നെ പറഞ്ഞ് ജീവിക്കുക. ആത്മീയ ജീവിതത്തിന് അനുകൂലമായത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ബാക്കി എല്ലാത്തിനോടും ബൈ പറഞ്ഞുകൊണ്ട് സൂക്ഷ്മതയോടെ നമ്മളായിരിക്കണം. ഈ ഒരു വേർഡ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. സൂക്ഷിക്കുക, മനുഷ്യരെ സൂക്ഷിക്കുക, സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക, ഫോൺ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഹല്ലേലൂയ. എന്തെല്ലാം, അതായത് മറ്റുള്ളവരുടെ കുറ്റങ്ങളായിക്കോട്ടെ, എന്തും നമ്മളെ അശുദ്ധീകരിക്കുന്നത്, നമ്മുടെ ആത്മീയ വർധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തിനോടും ശ്രദ്ധാപൂർവമായി നമുക്ക് ജീവിക്കാൻ ദൈവമക്കളെ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നടപ്പും കിടപ്പും സകലതും ശോധന ചെയ്തറിയുന്ന ഒരു ദൈവ സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്കവണ്ണം നാം പ്രതിഫലം വാങ്ങേണ്ടതിന് എവിടെ നിൽക്കുന്ന ന്യായസ്ഥാനത്തിന് മുമ്പാകെ നമ്മൾ പോകേണ്ട ഒരു ദിവസമുണ്ട് ദൈവമക്കളെ. നമ്മുടെ നോട്ടത്തിൽ സകലത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സകലത്തിന്, നമ്മുടെ പ്രവൃത്തികൾക്ക് എല്ലാത്തിനും ഒരു ദിവസം പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സകലതും നമ്മൾ എന്ത് ചെയ്യുക? തന്നെത്താൻ ശോധന ചെയ്ത്, സ്തോത്രം, സകലതും ശോധന ചെയ്ത് നല്ലത് മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യജീവനായി തന്നെത്താൻ സൂക്ഷിച്ച് നിത്യജീവൻ, എൻ്റെ നിത്യതയ്ക്ക് കോട്ടം തട്ടുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടുകൂടെ നമുക്ക് ഈ ഒരു ലൈഫ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അതിനുള്ള ദൈവത്തിൻ്റെ കൃപകളെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ഗോഡ് ബ്ലസ് യു.